സംസ്ഥാന നിയമസഭകള് പാസാക്കുന്ന ബില്ലുകളുണ്ടല്ലോ. ആ ബില്ലുകളിൽ നടപടി എടുക്കുന്നതിന് രാഷ്ട്രപതിയുടെയും സംസ്ഥാന ഗവർണർമാരുടെയും മേൽ സമയപരിധി ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെ സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 2 സംസ്ഥാനങ്ങൾക്ക് കേരളത്തിനും തമിഴ്നാടിനുമുള്ള ഒരു തിരിച്ചടിയായിട്ട് വരില്ലേ? അല്ല, തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ആ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസിഡന്റിന്റെ അധികാരത്തിന് മേൽ സുപ്രീം കോടതിക്ക് മൂക്കുകയറിടാൻ പറ്റുമോ? ഇതായിരുന്നു പ്രധാനപ്പെട്ട സംശയം. തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി വന്നു. അന്ന് തമിഴ്നാട്ടിലെ ഈ ആവശ്യം ഉന്നയിച്ചവർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ 2 അംഗ ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ 2 അംഗ ബെഞ്ച് പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകണം പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വിശാല ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ സമയപരിധി ഒന്നുമില്ല. പ്രസിഡന്റിനോ ഗവർണർക്കോ മുമ്പിൽ വരുമ്പോൾ അങ്ങനെ സമയപരിധിക്ക് അനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റില്ല. ഇപ്പം ഒരു നിയമസഭയുടെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ഗവർണർ മുമ്പിലേക്ക് ഇത് വരുമ്പോൾ അത് എത്ര കാലയളവിനുള്ളിൽ ഇത് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ ഇത് തിരിച്ച് നിയമസഭയിലേക്ക് അയക്കണോ, രാഷ്ട്രപതിക്ക് അയക്കണോ, ഇതൊക്കെ ഗവർണറുടെ വിവേചന അധികാരമാണ്. അപ്പൊ ഈ വിവേചന അധികാരം സംബന്ധിച്ച് അനുച്ഛേദം 200 പ്രകാരം രാഷ്ട്രപതിക്ക് ചില കാര്യങ്ങൾ സുപ്രീം കോടതിയോട് ചോദിക്കാം. മാത്രമല്ല എല്ലാ ആവശ്യങ്ങൾക്കും രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയുടെ അധികാരത്തിന് മേൽ ഒരു കൂച്ചുവരം ഇടാൻ പറ്റുമോ? ഇതാണ് അവർ ശ്രമിച്ചത്. അപ്പൊ വിശാല ബെഞ്ച് ഇതിനെല്ലാം പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറയുന്നത് സ്വാഭാവികമായും നിയമസഭയ്ക്ക് ഈ ഗവർണറുമായിട്ട് ഒരു എന്താ പറയുക ആശയവിനിമയം വേണം. ഇപ്പൊ എന്തുകൊണ്ട് ഇത് വൈകുന്നു, എത്ര കാലത്തിനുള്ളിൽ ഇത് കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ശത്രുക്കളൊന്നും അല്ലല്ലോ. അപ്പൊ സ്പീക്കറുമായിട്ട് നേരിട്ട് വേണമെങ്കിൽ ഗവർണർക്ക് സംസാരിക്കാം, രാഷ്ട്രപതിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ രാഷ്ട്രപതിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, രാഷ്ട്രപതിയുടെ അധികാരത്തിന് മേൽ സുപ്രീം കോടതിക്ക് കടന്നു കയറാൻ പറ്റും? ഇതായിരുന്നു ഈ പ്രശ്നത്തിന്റെ കാതലായ കാര്യം. ഇതിൽ വ്യക്തത വന്നിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ ഗവർണറുടെയോ അവകാശത്തിലോ അധികാരത്തിലോ കടന്നു കയറാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. വളരെ കൃത്യമല്ലേ? ഇതിലൊരു വിയോജിപ്പേ ഉള്ളൂ. താങ്കൾ പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഇതാണ്, ഇത് തിരിച്ചടി തന്നെയാണ്. അതായത് പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ വളരെ പ്രോത്സാഹികളായിരുന്ന തമിഴ്നാട് ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും, അതായത് അവിടുത്തെ മുഖ്യമന്ത്രിമാർക്ക് തീർച്ചയായിട്ടും ഇത് തിരിച്ചടി തന്നെയാണ്. അമിതാവേശത്തോടു കൂടി ഈ ഗവർണർ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ 3 മാസത്തിനകം അത് ഡീംഡ് അസന്റ്, അവിടെയാണ് ഏറ്റവും ഇതിൻ്റെ ക്രക്സ് ഓഫ് ദി മാറ്റർ എന്ന് പറയുന്നത്, ഡീംഡ് അസന്റായി കണക്കാക്കാം. അതായത് അത് അംഗീകരിച്ചതായി കണക്കാക്കിക്കൊണ്ട് ആ ബില്ലിന്മേലുള്ള നടപടികൾ അത് ആക്റ്റാക്കിക്കൊണ്ട് നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു വിധി. ഈ വിധി അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് വരുന്നത്. അതായത് രാഷ്ട്രപതിക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ഭരണഘടനയുടെ 200-ാം വകുപ്പ് പ്രകാരം സംശയങ്ങൾ ചോദിക്കുക, ദൂരീകരിക്കാനുള്ള ഒരു അവകാശമുണ്ട്. സുപ്രീം കോടതിയിലേക്ക് അതിന് റെഫറൻസ് അയക്കുക, അല്ല കേസ് ഹർജി ഫയൽ ചെയ്യുക എന്നല്ല പറയുക. 1-ാം പൗരയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അതിൻ്റെ വാക്ക്. അതുകൊണ്ട് തന്നെ അത് അയച്ചതിനെ സംബന്ധിച്ച് നേരത്തെ സെപ്റ്റംബർ 5-ന് ഒരു 3-അംഗ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഇത് സംബന്ധിച്ചുള്ള വിധി പുറപ്പെടുവിച്ചില്ല. അത് അവരവിടെ വിചാരണ നടത്തിയത് മാത്രമേ ഉള്ളൂ, വിധി പുറപ്പെടുവിച്ചിരുന്നില്ല, ഫൈനൽ വേർഡിക്റ്റ് വന്നിരുന്നില്ല. പക്ഷേ ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ദിനമാണ്. ഇക്കാര്യത്തിൽ ഭരണഘടനയിൽ ഒരു ഗ്യാപ്പുണ്ടായ ഒരു കാര്യത്തിൽ സുചിന്തിതമായിട്ടൊരു വേർഡിക്റ്റ് വന്നിരിക്കുകയാണ്. അതായത് ആ വേർഡിക്റ്റിൽ പറയുന്ന കാര്യം ഇതാണ്: രാഷ്ട്രപതിക്കോ ഗവർണർമാർക്കോ ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു ഡെഡ് ലൈൻ, ഇത്ര ദിവസത്തിനകം കൊടുക്കണമെന്ന് പറയാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്കില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സുപ്രീം കോടതിയുടെ അവസാന വാക്കാണ്. അപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നിയമസഭ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഒപ്പിടാൻ ഗവർണർക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ, തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റാണ് രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, തീർച്ചയായിട്ടും റീസണബിളായിട്ടുള്ള സമയം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഭരണഘടനയുടെ സ്പിരിറ്റ്. ഇതിപ്പോൾ അങ്ങനെയല്ല, എത്ര സമയം വേണമെങ്കിലും ഈ ബില്ല് വെച്ചുകൊണ്ടിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, അത് ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഗവർണറോ രാഷ്ട്രപതിയോ ആണെങ്കിൽ തന്നെയും അവർക്ക് അമിത അധികാരമില്ല. അവരുടെ അധികാരങ്ങൾ ഈസ് അണ്ടർ ദി സ്ക്രൂട്ടിനി ഓഫ് സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് അവരുടെ അധികാരങ്ങൾ ചോദിക്കാം. പക്ഷേ ഭരണഘടന പറഞ്ഞിരിക്കുന്ന
സമയം കൊടുത്തിട്ടില്ല, 2 ആഴ്ചയെന്നോ 3 ആഴ്ചയെന്നോ അല്ലെങ്കിൽ 3 മാസമെന്നോ ഒരു സമയം കൊടുത്തിട്ടില്ലാത്തയിടത്തോളം കാലം അതിലിടപെടാൻ ഒരു അവകാശവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കില്ല. നമ്മുടെ രാജ്യത്ത് പരമോന്നത നീതിന്യായ പീഠത്തിനില്ല എന്നുള്ള വിധിയാണ് ഭരണഘടനാ ബെഞ്ച് ഉൾപ്പെട്ട ഒരു സൂര്യകാന്ത്, വിക്രംനാഥ്, PN നരസിംഹൻ, അതുപോലെ തന്നെ AS ചന്ദ്രശേഖർ എന്നിവരെ ഉൾപ്പെട്ട ആ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ചരിത്രപ്രധാനമായിട്ടുള്ള വിധി. ഇനി ഇതിന്മേലൊരു കേസ് ഉണ്ടാവുകയില്ല, കാരണം അവസാന വാക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനെ ചരിത്രപ്രധാനമാക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനയിലെ ഒരു പ്രധാന വിഷയത്തിന്, ഒരു കീറാമുട്ടിയായിരുന്ന ഒരു വിഷയത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു ഉത്തരവും കൂടി, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവും കൂടി ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ നമ്മൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ മലയാള മാധ്യമങ്ങളുടെ ഓൺലൈൻ എഡിഷനുകളെല്ലാം തന്നെ ഗവർണർമാർക്ക് അമിതാധികാരമില്ല എന്നുള്ള ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ടാണ് അവരുടെ ഈ തലക്കെട്ടുകൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നോക്കൂ, ഇപ്പം ഹിന്ദുവാണ് ഇടതുപക്ഷം ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു പത്രമാണ്. അതിൻ്റെ ഹെഡ്ലൈൻ നോക്കൂ, പ്രസിഡൻഷ്യൽ റഫറൻസ് അപ്ഡേറ്റ്സ്. SC states it cannot impose timelines on president and governors, opines concept of deemed assent is alien to the constitution. എന്ന് പറഞ്ഞാൽ ഇത് ഒരു 3 മാസം കഴിഞ്ഞ് അതിൻ്റെ സമയമായിക്കോളൂ എന്ന് പറയുന്നത് അതൊരു സാങ്കല്പികമായിട്ടുള്ള കാര്യമാണ്. സാങ്കല്പികമായിട്ടുള്ള ഒരു അനുവാദം കിട്ടിയെന്നുള്ളതാണ്. ദിറ്റ് ഈസ് ഏലിയൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കുന്നതല്ല എന്ന് ഒരു അൺഈക്വിവോക്കൽ വോയിസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പ്രാധാന്യമുള്ളത്. ഒന്നുകിൽ അറിവുകളുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വുണ്ടോ, പല പത്രങ്ങളുടെയും ഹെഡ്ലൈൻ നേരെ തിരിച്ചാണ്, ഗവർണർക്ക് അമിതാധികാരമില്ല എന്നൊക്കെയാണ്. അതിലെപോലെ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രത്തിന് തിരിച്ചടി എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് കേന്ദ്രത്തിൽ തിരിച്ചടി എന്നുള്ളത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ സാറിനോട് ചോദിക്കുകയാണ് ചെയ്തത്. സാറിനോട് ക്ലാരിഫൈ ചെയ്ത് തരാൻ, ഓഫ് റെക്കോർഡ് അങ്ങനെ ക്ലാരിഫൈ ചെയ്ത് തരാണ് പറയുന്നത്. ഇപ്പൊ ഇതിൽ പറയുന്ന ഒരു കാര്യം നോക്കുമ്പോൾ ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് 3 ഭരണഘടനാ ഓപ്ഷനുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഒന്ന് സമ്മതം തടഞ്ഞു വെക്കല്, കാരണങ്ങളോടെ തിരികെ നൽകുക എന്നുള്ളതാണ്. അപ്പൊ നേരെ തിരിച്ചുള്ള ഓപ്ഷൻസ് ഇത് കൊടുത്തവരും പറയുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ആശയ സംഘടനയാണ് ശരിക്കും നടന്നത്. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പറയുന്നത് ഈ പരിപാടിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ളത് തന്നെയല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് ശരിക്കും ഈ ബില്ലുകൾ നിയമമായെങ്കിൽ മാത്രമേ കോടതിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബില്ലുകൾ പരിഗണനയ്ക്ക് വരുമ്പോൾ ഉടനെ തന്നെ രാഷ്ട്രപതി സംശയമുണ്ട്, നേരെ സുപ്രീം കോടതിയെ സമീപിക്കണം എന്നുള്ള രീതിയിലാണ് ഈ 2 അംഗ ബെഞ്ചിന്റെ വിധി നേരത്തെ വന്നത്. അങ്ങനെയൊന്നും വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ മാത്രം രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയെ സമീപിച്ചാൽ മതി. കാരണം രാഷ്ട്രപതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിയമോപദേശം നൽകുന്ന, അല്ലെങ്കിൽ ദ്രൗപദി മുർമു ആണെങ്കിൽ അവർക്ക് നിയമോപദേശം നൽകുന്ന ആൾക്കാരുണ്ട്, അവരുമായി ചർച്ച ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കുള്ളൂ. മാത്രമല്ല ഇത് കൊടുക്കുമ്പോൾ ഈ ഗവർണർക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാം, ഇത് ഒന്നുകൂടി നിയമസഭയിലേക്ക് തിരിച്ചയക്കാം, അതല്ല രാഷ്ട്രപതിക്ക് കൊടുക്കാം. ഇതിലൊക്കെ തീരുമാനം എടുക്കേണ്ടത് ആ ഗവർണറുടെ അധികാരത്തിൽപ്പെടുന്നതാണ്. അതെ, അവിടെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഗവർണറുടെ അധികാരം നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടൊന്നുമില്ല. മാത്രമല്ല ഈ തമിഴ്നാട്ടിലെ ഗവർണർ കുറച്ച് നാൾ ബില്ല് പിടിച്ചു വെച്ചു എന്നുള്ളത് ശരിയാണ്. അത് വന്നപ്പോൾ അതിനകത്ത് ചില ആശങ്കകളുണ്ടായി. അങ്ങനെ പിടിച്ചു വെക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഇത് വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് എപ്പോൾ ഒരു മറുപടി തരും, ഇത് ഞാൻ രാഷ്ട്രപതിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. കാരണം ഇവിടെ ശത്രുപക്ഷത്തല്ലല്ലോ, കാരണം ആ സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കേണ്ട ഗവർണറാണ്. അപ്പൊ ഗവർണർ പ്രവർത്തിക്കേണ്ടത് സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൂടിയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിൽ പോകണം. ഇവിടെ വിശാല ബെഞ്ച് വളരെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കി, ഈ പറയുന്ന സമയപരിധി എന്ന കാര്യത്തിൽ ഒരു മാറ്റവും എടുക്കാൻ പറ്റില്ല. സമയപരിധി ഒന്നും വെക്കാനേ പറ്റില്ല, അത് രാഷ്ട്രപതിയുടെ അധികാരമാണ്. അപ്പൊ നമുക്ക് രാഷ്ട്രപതിക്ക്, പ്രധാനമന്ത്രിക്ക്, ഗവർണർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം അധികാരം നമ്മുടെ ഭരണഘടന നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അതിനകത്തേക്ക് കോടതികൾ കൂടി കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ വിമർശനത്തിനെല്ലാം കാരണം. ഇപ്പൊ അവര് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, അങ്ങനെ കോടതി കടന്നു കയറില്ല. സൊല്യൂഷൻ ആയിട്ട് ഇതിപ്പോൾ കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഗവൺമെന്റുകൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം, മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം, അതായത് കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ള നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത അനുസരിച്ച് ഗവർണർക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണത്, ഒരു ഡയലോഗ് പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യുക. അതായത് ചർച്ച നടത്താം, മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച, ഇതിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ട് ഞാനിത് അംഗീകരിക്കുന്നത്, അത് തിരുത്തി കൊണ്ടുവരും. ഇങ്ങനൊരു ഡയലോഗ് പ്രോസസ്സ് സമവായമാണ് ജനാധിപത്യത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള
ഒരു മധ്യമാർഗം കൂടി കോടതി നിർദ്ദേശിക്കുന്നു. ഇതൊരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരള സർക്കാരാണെങ്കിലും തമിഴ്നാട് സർക്കാരാണെങ്കിലും ഈ ഗവർണർമാരോട് ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഗവർണർ ഒരു ബില്ല് തടഞ്ഞു വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന്, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൂടി ഈ സംസാരിക്കാൻ, അതായത് ഒരു ആശയവിനിമയം നടത്താനുള്ള ഒരു നീക്കങ്ങൾ നടത്തേണ്ടത് കൂടി അത്യാവശ്യമാണെന്ന് കൂടി ഇതിൽ നിന്ന് വായിച്ചെടുത്തൂടെ? കൊണ്ട് തന്നെ വരുന്നു. കാരണം കോടതി പോയിട്ട് രക്ഷയില്ല. ഗവർണറെ അധികാരത്തിലും പ്രസിഡന്റ് അധികാരത്തിലും കടന്നു കയറാൻ പറ്റില്ല. ഇതാണ് വളരെ ക്ലിയർ ആയിട്ട് ഗവർണറെ വിശ്വാസത്തിൽ എടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഗവർണർ പ്രവർത്തിക്കുന്ന സത്യത്തിൽ ഈ പറയുന്ന സർക്കാരുകൾക്ക് വേണ്ടിയാണ്, സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. അതുകൊണ്ട് ഈ വിധി വളരെ നിർണായകമാണ്. എന്തായാലും നമ്മുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.